പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് കാണിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും പലരും ഈ മിസ്റ്റേക്ക് കാണിക്കുന്നത്. നമ്മൾ വർക്ക് എടുക്കുന്നു, നമ്മൾ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ വർക്ക് എടുക്കുന്നു, വർക്ക് മെമ്മറി കാർഡിലാണ് സേവ് ആകുന്നത് അല്ലേ. നമ്മൾ ഇടയ്ക്ക് ഈ കാർഡ് മാറുന്നതിന്റെ ആവശ്യകത നമ്മുടെ കയ്യിലുണ്ടല്ലോ, കാർഡുണ്ടല്ലോ, 64 GB 128 GB ഒക്കെ കാർഡ് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തിനാ കാർഡ് മാറി മാറി ഉപയോഗിക്കേണ്ടത്? നമുക്ക് ആ ഒറ്റ കാർഡിൽ തന്നെ ഇത് മൊത്തം എടുക്കാൻ പോലെ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്ക് വരുന്ന പറഞ്ഞാൽ ഇത് കാർഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇത് ഏത് സമയം വേണമെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ അതിന് ഇന്റേണലിയോ അതിന് ഡാമേജ് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. സോ നമ്മൾ അത്ര നേരം എടുത്ത സാധനങ്ങൾ മൊത്തത്തിൽ നിങ്ങളൊരു ഉദാഹരണത്തിന് ഞാൻ പറയും. നിങ്ങളൊരു കല്യാണ വെഡിങ് എടുക്കുവാണ്, വെഡിങ് എടുക്കുന്നു, രാവിലെ മുതൽ ഒരു കാർഡെ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. ഈ കാർഡ് ഷൂട്ട് ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ റിസപ്ഷന്റെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കാർഡ് എറയാൽ ആ മൊത്തം ഫുട്ടേജ് പോകും. അത് അതിനുള്ള സാധ്യതയുണ്ട്. സോ അതിന് പകരം നമ്മൾ 2 കാർഡോ അല്ല 3 കാർഡോ ഉപയോഗിക്കുക. ഒരു വർക്കിന് തന്നെ 2 കാർഡോ 3 കാർഡോ ഉപയോഗിക്കുക. ഇപ്പൊ വീട്ടിലെ ഒരു ഫംഗ്ഷൻ നമ്മൾ അതുവരെ എടുത്തു, അത് നമ്മളൊരു കാർഡിലായിരുന്നു. പിന്നെ സെറിമണി പള്ളിയിൽ ഉള്ളത് നമ്മൾ മറ്റൊരു കാർഡിൽ എടുത്തു. അതിനുശേഷം റിസപ്ഷൻ നമ്മൾ 3ാമത്തെ ഒരു കാർഡിലാണ് എടുത്തത് എന്ന് കരുതുക. അപ്പൊ ആ 3ാമത്തെ കാർഡിലാണ് നമ്മൾ എടുത്തതെങ്കിൽ, 3ാമത്തെ കാർഡിലാണ് എറർ വന്നെങ്കിൽ നമുക്ക് അഡീഷണൽ നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വീഡിയോഗ്രാഫറുടെയോ ഫോട്ടോഗ്രാഫറുടെയോ ഹെൽപ്പോ എന്തെങ്കിലും നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. അതായത് വലിയൊരു ലോങ് ഇതാകുമ്പോഴത്തേക്ക് ഒരുപാട് GB ഉണ്ടാവും. ഇത് റിക്കവർ ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത്രയേറെ GB നമ്മൾ റിക്കവർ ചെയ്യുന്നതിന് കൂടുതൽ പൈസ എക്സ്പെൻസ് വരും. സോ അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും 2 or 3 കാർഡുകളിലായിട്ട് വർക്ക് എടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. കാരണം നമ്മളിത് കോപ്പി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. കാരണം ഈ ഫയൽ നമ്പറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇഷ്യൂസ് വരും. പക്ഷെ നമ്മൾ സേഫ് എന്ന് പറയുന്നത് നമ്മൾ 2 or 3 കാർഡിൽ ഒരു വർക്ക് എടുക്കുന്നതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ ക്യാമറയിൽ തന്നെ ഇപ്പം 2 സ്ലോട്ടുകളൊക്കെ ഉണ്ട്. അതായത് 2 കാർഡ് ഇടാനായിട്ടുള്ള സ്ലോട്ടുകളൊക്കെ ഉണ്ട്. സോ നമ്മൾ റോ ഫയലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കാർഡില് കാർഡ് എയിൽ റോയും കാർഡ് ബിയിൽ JPEG ഫയലും ഷൂട്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് നമുക്ക് ക്യാമറയുടെ സെറ്റിംഗ്സുകളും മാറ്റിയിടാം. സോ അങ്ങനെ വന്നാലും നമ്മൾ സേഫ് ആവും. കാരണം ഒരു കാർഡിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് 2ാമത്തെ കാർഡിൽ നമുക്ക് പടങ്ങളെല്ലാം സേവ് ചെയ്യാൻ പറ്റും. സോ നമ്മളതൊരു നമ്മൾ കൂടുതൽ കാർഡുകൾ വാങ്ങിക്കുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ഇതാകണ്ട, നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടോ എക്സ്പെൻസ് ആണെന്നോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 2 or 3 കാർഡുകളിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് പിന്നീട് നമുക്ക് കാരണം ഇത് എല്ലാ ഇലക്ട്രോണിക്സ് ഇതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് പൈസ പിന്നെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. സോ അത് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കുക. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. ഇത് നമ്മുടെ സ്വന്തം വീഡിയോകളാണ്. നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസുകൾ എന്നോട് ഷെയർ ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസുകളും എല്ലാമാണ് ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.